സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ധ്യാനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ ധ്യാനത്തിൽ ഇന്നേ ദിവസം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക വരപ്രസാദ ജീവിതത്തെക്കുറിച്ചാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ധ്യാനത്തിൻ്റെ പരിസമാപ്തി എന്ന നിലയിലാണ് ഈ വരപ്രസാദ ജീവിതത്തെക്കുറിച്ച് പങ്കുവയ്ക്കുക. അതായത് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ആരംഭം മുതൽ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാട് യാത്ര, കാനാൻ ദേശമെന്ന സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള അവരുടെ യാത്ര. ഈ മരുഭൂമി അനുഭവങ്ങളിലെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉള്ള ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങൾ, മരുഭൂമിയിൽ തളർന്നു വീഴാൻ ഇടവരുത്തുന്ന പാപസാഹചര്യങ്ങൾ, മരുഭൂമിയിലെ ദൈവസാന്നിധ്യത്തെ സംശയിക്കാൻ പോരുന്ന ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, യോർദാൻ കടന്ന് നാം കയറി ചെല്ലേണ്ടി വരുന്ന കാനാൻ ദേശം എന്ന തിരുസഭയെക്കുറിച്ച് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഈ കാനാൻ ദേശത്ത് എത്തിച്ചേർന്നാലുള്ള ജീവിതാവസ്ഥയെക്കുറിച്ചാണ്. അത് വരപ്രസാദ ജീവിതം എന്ന് പറയുക. ഈ ഭൂമിയിൽ തന്നെ സ്വർഗം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ വിശ്വാസി അനുഭവിച്ചു തുടങ്ങേണ്ട യാഥാർത്ഥ്യം എന്നാണ് ബൈബിൾ വിശദീകരിച്ചു തരിക. അതായത് ഈ വരപ്രസാദ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ധ്യാനം കഴിയുമ്പോൾ നല്ല തീരുമാനങ്ങളെടുത്തു, മാനസാന്തരപ്പെട്ടു, പാപവഴികളിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോകരുത് എന്ന ഉറച്ച തീരുമാനവും നമ്മളെടുക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തീരുമാനങ്ങളൊന്നും ശരിയാം വിധത്തിൽ നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. 2 ദിവസം കഴിഞ്ഞല്ലോ, ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഴയ പടിയിലായി. ശങ്കരം വീണ്ടും തെങ്ങേ തന്നെ എന്ന് ചൊല്ലു പറയുന്നത് പോലെ ആഗ്രഹിക്കുന്നതല്ല, നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നില്ല. ഈ നന്മയിൽ നിലനിൽക്കാനുള്ള കൃപയാണ് സത്യത്തിൽ വരപ്രസാദ ജീവിതം എന്ന് പറയുമ്പോൾ ലക്ഷ്യം വയ്ക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുള്ള ജീവിതമാണ് എന്നതാ സത്യം. അതായത് നമുക്കറിയാം, ഒരു മൃഗത്തെ കൊണ്ടുപോയി, ഒരു കഴുതയെ കൊണ്ടുപോയി ലൈബ്രറിയിൽ, ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറിയിൽ കൊണ്ടുപോയി, ഏറ്റവും നല്ല പുസ്തകങ്ങളുള്ള ലൈബ്രറിയിൽ കൊണ്ടുപോയി ഒരു കാളയെ അല്ല ഒരു കഴുതയെ 10 കൊല്ലം കെട്ടിയിട്ടാലും കഴുതയ്ക്ക് ഒരു വിവരവും ഉണ്ടായി. കാരണം എന്താ? കഴുതയുടെ സ്വഭാവ പ്രകൃതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല പഠിക്കുക എന്നുള്ളത്. കഴുത പഠിക്കുകയല്ല. അത് അവിടെ വല്ല പുസ്തകം തിന്ന് വിശപ്പ് മാറ്റാൻ പറ്റുമെന്ന് ചിലപ്പം നോക്കിയെന്നില്ല. അല്ലാതെ അതൊരു വകയും പഠിക്കുക. പള്ളിയുടെ തട്ടുംപുറത്ത് മച്ചിൻ്റെ മുകളിൽ എലിയുണ്ടാവും. പള്ളിയിൽ നടക്കുന്ന മുഴുവൻ ശുശ്രൂഷ ഈ എലിയും കണ്ടിട്ടുകൊണ്ട്. പക്ഷെ നമുക്കറിയാം എലി മാനസാന്തരപ്പെടാറേയില്ല. കാരണം എന്താ? മാനസാന്തര എലിയുടെ സ്വഭാവത്തിൻ്റെ ഭാഗമേ അല്ല എന്നുള്ളത് സത്യം. അതുകൊണ്ട് ശുശ്രൂഷകളിൽ പങ്കുചേരുന്നോ കൂദാശകൾ സ്വീകരിക്കുന്നോ എന്നുള്ളതൊന്നും മാനസാന്തരത്തിൻ്റെ ലക്ഷണമല്ല. അതൊന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാതെ കടന്നു പോകുന്ന പരമാർത്ഥമായ സത്യങ്ങളാണ്. പക്ഷെ മനുഷ്യനൊരു പ്രത്യേകത, മനുഷ്യന് കാലത്തിൽ വളരാനുള്ള കഴിവുള്ള ജീവിയാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ എ ബീയിങ് ഇൻ ടൈം എന്ന് ഹൈഡഗർ വിശേഷിപ്പിച്ചു. മനുഷ്യൻ എന്ന് പറയുന്നത് കാലത്തിൽ ജീവിക്കുന്ന, കാലത്തിൽ വളരുന്ന ഒരു ജീവിയാണ് എന്നതാ സത്യം. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, 2000 കൊല്ലം മുമ്പ് കാക്ക എങ്ങനെയാണോ കൂട് കെട്ടിയത് അതുപോലെ ആ കാക്ക ഇന്നും കൂട് കെട്ടുന്നു. ഒരു മാറ്റവും. 2000 കൊല്ലം മുമ്പ് എലി മാളം തുരന്നത് എങ്ങനെയോ അതുപോലെ ഇന്നും നമ്മുടെ നാട്ടിലെ തുരപ്പനെലി മാളം ഉണ്ടാക്കുന്നത് എന്ന് നമുക്കറിയാം. 2000 കൊല്ലം മുമ്പ് ഈ പാമ്പ് എഴഞ്ഞാണ് നടന്നിരുന്നത്. 5000-10000 കൊല്ലം മുമ്പും പാമ്പ് എഴഞ്ഞാണ് നടന്നിരുന്നത്. ഇന്നും പാമ്പിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ എഴച്ചിലല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് നമുക്ക് അറിവുള്ളത്. അതായത് ഈ ജീവജാലങ്ങൾക്കെല്ലാം അവയുടെ സർഗവാസനകൾ മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം 5000 കൊല്ലം മുമ്പ്
ഗുഹയിൽ ജീവിച്ച മനുഷ്യനാകാം, പാറയുടെ ഇടയിൽ ജീവിച്ച മനുഷ്യനാകാം. ഇന്നവൻ ജീവിക്കുന്ന എവിടെയാണ്? വേണ്ട, 50 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ പോലത്തെ ഒരു വീടാണോ ഇന്ന് മനുഷ്യരുണ്ടാക്കുക? മനുഷ്യൻ കാലത്തിൽ ജീവിക്കുന്നവനാണ് എന്ന സത്യമാണ് ഞാൻ പറഞ്ഞു വരിക. മനുഷ്യൻ കാലത്തിലാണ് ജീവിക്കുക, അല്ലാതെ മനുഷ്യൻ മൃഗത്തെ പോലെ ചുമ്മാണ്ടങ്ങ് ജീവിച്ച് പോകുമല്ല. മനുഷ്യൻ കാലത്തിൽ ജീവിക്കുന്നു എന്നുള്ള സത്യം. അതായത് സമയത്തെക്കുറിച്ച് അവബോധമുള്ള ജീവി അത് മനുഷ്യനാണ്. സമയബോധം ജീവികൾക്കുണ്ട്. വൈകുന്നേരമായാൽ ജീവികൾ, പക്ഷികൾ കൂട്ടിക്കയറും. നമുക്കറിയാം, സൂര്യഗ്രഹണം ഉണ്ടായി, നട്ടുച്ചയ്ക്ക് സൂര്യഗ്രഹണം ഉണ്ടായി, ഇരുട്ടായി തുടങ്ങി, കുറച്ച് നേരത്തേക്ക് സൂര്യഗ്രഹണ ദിവസങ്ങളിൽ നോക്കി അറിയാം, പക്ഷികൾ അന്നേരെ പോയി കയറുന്നതാണ്. കാരണം അവയെ സംബന്ധിച്ച് അവയ്ക്ക് സമയബോധമല്ല ഉള്ളത്, കേവലം ചില സർഗവാസനകളേ ഉള്ളൂ. ഇതുപോലെ ഇരുണ്ടൊക്കെ തുടങ്ങിയാൽ കൂട്ടിക്കയറാൻ നേരമായി എന്നുള്ളത് പക്ഷികളുടെ ഒരു വികാരമാണ്. എന്നതുപോലെ അല്ല മനുഷ്യൻ. മനുഷ്യന് സമയത്തിൽ ജീവിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വരപ്രസാദ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന് സാധ്യമായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കും. ഫുൾട്ടൻ ഷീൻ മെത്രാൻ ഇതിനെ വിശദീകരിക്കുന്ന ഒരു പ്രതീക കൽപ്പന പലപ്പോഴും സുന്ദരമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ജീവജാലങ്ങൾ അവയുടെ താഴെ തട്ടിൽ നിന്ന് ഉയർന്നുയർന്ന് വരുന്നതിൻ്റെ കഥ ഷീൻ വിശദീകരിക്കുന്നത് ഇപ്രകാരം. ബിഷപ്പ് ഷീൻ പറയുന്നു, ഈ ധാതു ലവണങ്ങൾ സസ്യത്തിൽ ഉണ്ട്, ഇല്ലേ? അതായത് കാർബൺ സസ്യത്തിനകത്തുണ്ട്, കരി സസ്യത്തിനകത്തുണ്ട്. പക്ഷെ കരിയായിട്ടല്ല. അതുപോലെ കോപ്പറുണ്ട്, സോഡിയമുണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ഇതൊക്കെ സസ്യത്തിനകത്തുണ്ട്. ഈ ധാതു ലവണങ്ങളെല്ലാം സസ്യത്തിനകത്തുണ്ട്. പക്ഷേ സസ്യത്തിനകത്ത് ധാതു ലവണം ചെമ്പായിട്ടല്ല ഇരിക്കും. ചെമ്പ് അതിൻ്റെ രൂപഭാവങ്ങൾ വെടിഞ്ഞ് അത് സസ്യത്തിന് അനുഗുണമായ അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഈ ധാതു ലവണങ്ങളുടെ അചേതനാവസ്ഥയ്ക്ക് സജീവത കൈവരുന്നു എന്നുള്ളത് നമ്മൾ പ്രകൃതിയിൽ നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്നൊരു സത്യമാണ്. അതുകൊണ്ട് ഈ ചെടി ഈ മൂലകങ്ങളോട് പറയുന്ന എന്താണ്? നിങ്ങൾക്ക് എൻ്റെ സജീവതയിലേക്ക് പ്രവേശനം വേണമെങ്കിൽ ചെമ്പേ നീ ചെമ്പായും കരിയെ നീ കരിയായിട്ട് ഇരുന്നാൽ പോരാ, മറിച്ച് നിങ്ങളുടേതായ പ്രത്യേകതകൾ വെടിഞ്ഞ് നിങ്ങൾ എൻ്റെ പ്രത്യേകതകൾ സ്വീകരിക്കുക. അപ്പോൾ ഈ മൂലകങ്ങൾക്ക് ചെടിയുടെ അസ്തിത്വത്തിൽ സജീവതയിൽ പ്രവേശനം ലഭിച്ചു. ഇങ്ങനെ വളരുന്ന ചെടിയെ മൃഗം തിന്നു, പശു ഈ പുല്ല് തിന്നു കഴിഞ്ഞപ്പോഴെന്താ സംഭവിച്ചത്? പശുവിൻ്റെ ശരീരത്തിൽ എത്ര പരിശോധിച്ചാലും ഈ പുല്ല് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതിൻ്റെ ആമാശയത്തിൽ ദഹിക്കാത്ത പുല്ല് ചിലപ്പം കണ്ടെന്നിരിക്കും, അല്ലാതെ ഈ പുല്ല് മനുഷ്യൻ്റെ ശരീരത്തിലില്ല. ഈ പുല്ലിൻ്റെ ഘടനാംശങ്ങൾ പുല്ലായിട്ടല്ല പശുവിൻ്റെ ശരീരത്തിലുള്ളത്, മറിച്ച് അത് ഈ അചേതനമായ ചലിക്കാനാവാത്ത ഈ സസ്യത്തിൻ്റെ സ്ഥൂലഭാവത്തിൽ നിന്ന് അത് ഒരു ചരിക്കാൻ കഴിവുള്ള, അചരത്തിൽ നിന്ന് ചരത്തിലേക്കുള്ള ഒരു സജീവതയുടെ വളർച്ച ഈ പുല്ലിൽ നിന്ന് മൃഗത്തിലേക്കുള്ള പ്രയാണത്തിൽ സംഭവിച്ചു. അതിനെന്താ ചെയ്തത്? ഈ പുല്ല് ആ പുല്ലിൻ്റേതായ ഭാവങ്ങൾ വെടിഞ്ഞ് അത് മൃഗത്തിൻ്റേതായ സാരാംശങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധമായപ്പോൾ ആ പുല്ലിന് മൃഗതലത്തിലേക്കൊരു ഉയർച്ച ലഭിച്ചു എന്നാണ് ബിഷപ്പ് ഷീനിൻ്റെ വ്യാഖ്യാനം. വീണ്ടും ഈ മൃഗത്തെ മനുഷ്യൻ തിന്നുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മൃഗത്തെ മനുഷ്യൻ തിന്നുമ്പോൾ മനുഷ്യൻ പന്നിയിറച്ചി തിന്ന് മനുഷ്യൻ പന്നിയായി തീരുകയല്ല, അവൻ തിന്ന ആ പന്നിയുടെയും പോത്തിൻ്റെയും ഒക്കെ ആകാം മാംസാഹാരം എന്തും ആകട്ടെ, ആ മാംസ ജീവികളായിട്ട് മനുഷ്യൻ മാറുകയല്ല, അവ മനുഷ്യൻ്റെ ഈ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് അവയ്ക്ക് രൂപാന്തരം സംഭവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ബിഷപ്പ് ഷീൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്.
അതായത് ഈ മനുഷ്യൻ ദൈവീകതയിലേക്ക് ഉയരുമ്പോൾ, ഈ വരപ്രസാദത്തിലേക്ക് മനുഷ്യൻ ഉയരാൻ ആഗ്രഹിക്കുമ്പോൾ, ധാതുലവണങ്ങൾ സസ്യമാകാൻ നടത്തിയ പരിത്യാഗം പോലെ, സസ്യത്തിന് മൃഗമാകാൻ നടത്തുന്ന പരിത്യാഗം പോലെ, മൃഗത്തിന് മനുഷ്യനാകാൻ നടത്തുന്ന പരിണാമം പോലെ മനുഷ്യനിൽ ഒരു വലിയ പരിണാമം സംഭവിക്കേണ്ടതുണ്ട്. ആ പരിണാമം ഏത് തലത്തിലാണ് എന്ന് ചോദിച്ചാൽ, അവൻ്റെ പാപകരമായ ദുർമോഹങ്ങളാൽ കലുഷിതമായ ദുരാസക്തികളാൽ നയിക്കപ്പെട്ട അവൻ്റെ പാപകരമായ മനുഷ്യപ്രകൃതിയെ ഉപേക്ഷിക്കാനുള്ള സന്നദ്ധത അവന് ദൈവീക തലത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കും. അങ്ങനെ ദൈവീക തലത്തിലേക്ക് പ്രവേശനം ലഭിച്ചു കഴിയുമ്പോഴോ മനുഷ്യന് ദൈവീക ഗുണങ്ങളിൽ ഭാഗഭാഗിത്വം ലഭിക്കും. വരപ്രസാദ ജീവിതം എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന് 2 തലങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നാമത്, നാളിതുവരെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിലകൊണ്ട പാപാവസ്ഥയെ വിട്ടുപേക്ഷിക്കാനുള്ള സന്നദ്ധതയാണ് ഒരു വശത്ത് എങ്കിൽ, രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ദൈവീകതയുടെ ഭാഗമാകാനുള്ള വിളിയാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ വരപ്രസാദം. ഈ വരപ്രസാദം എന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് സൗജന്യദാനമായി നൽകുന്നത്. പക്ഷേ ഈ പ്രസാദവരം സ്വീകരിച്ച വ്യക്തിക്ക് ആ പ്രസാദവരത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസൃതം ജീവിച്ച് ദൈവീകതയുടെ ഭാഗമായി തീരാം. അതല്ല എങ്കിൽ ആ വ്യക്തിക്ക് ഈ പ്രസാദവരത്തെ സമ്പൂർണമായും പരിത്യജിച്ച് നിത്യനാശത്തിലെത്താം. നിത്യനാശത്തിലെത്തിയ വ്യക്തികൾ പോലും വരപ്രസാദം ലഭിച്ചവരാണ്. അവരത് നഷ്ടപ്പെടുത്തി എന്നതുകൊണ്ട് അവരപ്രകാരമായി തീർന്നതാണ് എന്നതാ സത്യം. ഒരു ഉദാഹരണം ബൈബിളിൽ നിന്നെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് യൂദാസിൻ്റെ കഥയാണ്. മത്തായി സുവിശേഷകൻ 27-ാം അധ്യായത്തിൽ യൂദാസിൻ്റെ കഥ, വളരെ ദാരുണമായ അന്ത്യത്തിൻ്റെ കഥ പറയുന്നുണ്ട്. അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു എന്നാണ് ബൈബിളിൽ. ഒരുപക്ഷെ ഇത്രയും മോശമായ പദങ്ങൾ ഉപയോഗിച്ച് ബൈബിൾ ആരുടെയും മരണത്തെ വിശദീകരിച്ചിട്ടില്ല എന്നാണ് സത്യം. ഒരുതരം ദയനീയമായ മരണം, എ കൈൻഡ് ഓഫ് അബോമിനസ് ഡെത്ത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മരണമാണ് യൂദാസിൻ്റെ മരണം. ഈ യൂദാസ് ഇത്ര കണ്ട, പക്ഷെ നമുക്കറിയാം അന്ത്യത്താഴവേളയിൽ ക്രിസ്തുവിനോടൊത്തിരുന്നവനാണ്, ക്രിസ്തുവിൻ്റെ ഒപ്പം 3 കൊല്ലം നടന്നവനാണ്. അവന് വരപ്രസാദമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? അവൻ ഇതര അപ്പസ്തോലന്മാർക്ക് കൊടുത്തതുപോലെ ക്രിസ്തു അപ്പം മുക്കി അവൻ്റെയും കയ്യിൽ വെച്ച് കൊടുത്തതാണ്. അതിൻ്റെ അർത്ഥം എന്താ? അവനും ഈ കൗദാശിക വരപ്രസാദം ലഭിച്ചവനാണ്. പത്രോസിനോ മറ്റേതെങ്കിലും അപ്പസ്തോലനോ കിട്ടിയതിലും ഒട്ടും കുറയാത്ത വരപ്രസാദം യൂദാസിന് ഉണ്ടായിരുന്നു. എന്നിട്ടും യൂദാസ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ, ഈ യൂദാസിൻ്റെ ജീവിതത്തെ ആധാരമാക്കിയാണ് ഞാൻ ഈ വരപ്രസാദ ജീവിതത്തെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. യൂദാസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും വിജയിച്ചവരുടെ പക്ഷത്താണ്. പരാജയപ്പെട്ടവർക്ക് ചരിത്രമൊന്നുമില്ല. ഇപ്പം അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രം പറഞ്ഞാൽ എത്ര കാലത്തേക്കുണ്ട്? BC 323 അലക്സാണ്ടർ പനി പിടിച്ച് മരിക്കുന്നത് വരെയേ മാസിഡോണിയൻ ചക്രവർത്തിയുടെ ചരിത്രമുള്ളൂ. അത് കഴിഞ്ഞാൽ ചരിത്രമില്ല. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ എത്ര കാലത്തേക്കുണ്ടെന്ന് ചോദിച്ചാൽ, അവസാനത്തെ മുഗൾ ചക്രവർത്തി ഔറംഗസീബ് പരാജയപ്പെടുന്നത് വരെയുമേ മുഗൾ സാമ്രാജ്യത്തിന് ചരിത്രമുള്ളൂ എന്ന് നമുക്കറിയാം. അതായത് ചരിത്രം എപ്പോഴും വിജയിക്കുന്നവരുടെ പക്ഷത്താണ് നിലകൊള്ളുന്നത്. പരാജയപ്പെട്ടവർക്ക് ചരിത്രം ഉണ്ടാകാം, പക്ഷെ ആ ചരിത്രത്തെ ആരും പരിഗണിക്കുന്നില്ല. അതൊരു ചരിത്ര സത്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു പരാജയപ്പെട്ട അപ്പസ്തോലനായി യൂദാസ്. വിജയിച്ച അപ്പസ്തോലന്മാരുടെ കണ്ണിലൂടെ ക്രിസ്തുവിനെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കും. അതാണ് ഈ പുതിയ നിയമത്തിലുള്ള ദൈവവചനം. പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? വിജയിച്ച അപ്പസ്തോലൻ, പത്രോസ്, യോഹന്നാന്, യാക്കോബ് തുടങ്ങിയ വിജയിച്ച അപ്പസ്തോലന്മാരുടെ കണ്ണുകളിലൂടെ ക്രിസ്തുവിനെ നോക്കിക്കണ്ടതാണ്
ഈ ദൈവവചനത്തിലുള്ളത്. എന്നാൽ പരാജയപ്പെട്ട ഒരു അപ്പസ്തോലൻ്റെ കണ്ണിലൂടെ ക്രിസ്തുവിനെ നോക്കാവോ? ഇതാണ് നമ്മൾ അന്വേഷിക്കുക. ഈ അന്വേഷണത്തിനൊരു ലക്ഷ്യമുണ്ട്. യൂദാസിനെ ന്യായീകരിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. മറിച്ച് വരപ്രസാദം സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാൻ ഇടയുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിയുക. നമ്മുടെ അധ്വാനങ്ങൾ അത്രയും പാഴായി പോകുന്നതിൻ്റെ കാരണം ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ തെറ്റാണ്. വരപ്രസാദ ജീവിതത്തിൽ വളരുന്നതിന് തടസ്സം എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിക്കാത്തത് കൊണ്ട് മാത്രമല്ല, ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതിൽ ഉള്ള വ്യത്യാസം ഒരുവൻ്റെ വരപ്രസാദത്തെ സമ്പൂർണമായും നഷ്ടപ്പെടുത്താൻ ഇടവരുത്തും എന്ന സത്യമാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുക. യൂദാസിൻ്റെ കഥയാണ്. യൂദാസിനെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പലതും പറഞ്ഞിട്ടുണ്ട്. യൂദാസിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വാചകവും പറയുന്നത് യോഹന്നാൻ തന്നെ. യൂദാസിനെ കുറിച്ച് പറഞ്ഞ് 12-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞു, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു എന്നൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പ്രസ്താവനയല്ല. അത് റബ്ബിമാരുടെ ഇടയിലെ ഒരു പതിവാണ്. ശിഷ്യന്മാരിലെ ഏറ്റവും മിടുക്കനായവൻ്റെ കയ്യിൽ റബ്ബി കൊണ്ടുപോയി പണസഞ്ചി കൊടുക്കും. ഒരു സഞ്ചിയും കൊടുക്കും. മിശിഹായുടെ പണസഞ്ചി ആയതുകൊണ്ട് അതിനകത്തൊന്നുമില്ല, സഞ്ചിയേ ഉള്ളൂ. അതൊരു അപ്പോയിൻമെൻ്റ് ഓർഡറാണ്. അതൊരു നിയോഗപത്രമാണ്. എന്താണ് ഈ പണസഞ്ചി കിട്ടിയവൻ്റെ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ, അവൻ്റെ ഉത്തരവാദിത്വമാണ് ഗുരുവിനും കൂട്ടത്തിലുള്ള ഇതര ശിഷ്യന്മാർക്കും ഇനിയുള്ള കാലത്തേക്ക് ഉപജീവനത്തിന് വക കണ്ടെത്തിയെടുക്കുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്വം. അവനാണ് ആ സമൂഹത്തിൻ്റെ പ്രൊക്യുറേറ്റർ, അല്ലെങ്കിൽ ആ സമൂഹത്തിന് വേണ്ടി ഭക്ഷണം കണ്ടെത്താൻ നിയോഗിക്കപ്പെടുന്ന ശിഷ്യൻ. സാധാരണഗതി റബ്ബിമാർ ആ കൂട്ടത്തിലെ ഏറ്റവും മിടുക്കനും കാര്യപ്രാപ്തിയുള്ളവനെയാണ് ഈ പണസഞ്ചി ഏൽപ്പിക്കുക. യോഹന്നാൻ യൂദാസിനെ കളിയാക്കിക്കൊണ്ട് പണസഞ്ചിക്കകത്തിടുന്നത് മുഴുവനും അവൻ കൈയിട്ട് വാരുമായിരുന്നു, അവൻ കള്ളനായിരുന്നു എന്നൊക്കെ ആക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, മിശിഹായുടെ പണസഞ്ചിയിൽ എവിടെയാണ് പണമുള്ളത്? ഒന്നുമില്ല. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടവില്ല എന്നും പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് മുഖവും കഴുകി പെരുവഴിയിലൂടെ നടക്കുന്ന ക്രിസ്തുവിന് എവിടെയാണ് സമ്പത്തുള്ളത്? അവൻ്റെ പണസഞ്ചി കാലിയായിരുന്നു. ഈ യൂദാസ് നാട് നീളെ ഓടി നടന്നാണ് ഈ അപ്പസ്തോല ഗണത്തിന് വേണ്ടത് അത്രയും തിന്നാൻ ഒരുക്കിയത് എന്ന സത്യമാണ്. റബ്ബിമാർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക ഒരു പുണ്യപ്രവൃത്തിയായിട്ട് സാധാ യഹൂദർ കരുതുമായിരുന്നു. അതുകൊണ്ട് ഈശോയും ശിഷ്യന്മാരും വരുന്ന വഴിയിൽ മുമ്പേ ഓടി യൂദാസ് ഏതെങ്കിലും ചുറ്റുവട്ടമുള്ള വീടുകളിൽ ചെന്ന് പറയും, ഇത് എൻ്റെ ഗുരുവും അപ്പസ്തോലന്മാരോട് ഈ വഴി വരുന്നുണ്ട്, ഒരു ഭക്ഷണം കാലമാക്കി കൊടുക്കണേ. അവരത് സമ്മതിക്കും, ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ഈശോ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് തവണ വിരുന്ന് മേശകളിൽ സന്നിഹിതനായിരിക്കുന്നത്. ഈ വിരുന്നൊക്കെ യൂദാസ് മുൻകൈയെടുത്ത് ഒരുക്കിയെടുക്കുന്ന സന്ദർഭങ്ങളാണ് എന്ന് ആ കാലഘട്ടത്തിൻ്റെ റബ്ബീനിക ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വസ്തുത തന്നെ. അതായത് ആ 12 അപ്പസ്തോലന്മാരിൽ ആ സമൂഹത്തിന് വേണ്ടി ഏറ്റവും അധികം അധ്വാനിച്ച അപ്പസ്തോലനെന്ന് ആർക്കെങ്കിലും അവകാശം പറയാനുണ്ട് എങ്കിൽ എനിക്ക് തോന്നുന്നു അത് യൂദാസിന്. കാരണം അവനാണ് ഈ ശിഷ്യഗണത്തിന് മുഴുവനും വേണ്ടി ഭക്ഷണമൊരുക്കിയത് എന്ന സത്യം നമ്മൾ ഓർക്കുന്നു. എന്നിട്ടും യൂദാസേ, നീ എന്തേ പതറിപ്പോയത്? എന്തേ നിന്റെ വരപ്രസാദം നഷ്ടമാക്കിയത്? ഞാൻ പറഞ്ഞു വരുന്നത് അധ്വാനിക്കാഞ്ഞിട്ടൊന്നും അല്ല പലരുടെയും വരപ്രസാദം കൈമോശം വന്നു പോകുന്നു. അധ്വാനിക്കാഞ്ഞിട്ടല്ല, മറിച്ച് വരപ്രസാദം നഷ്ടമാകുന്നതിൻ്റെ പ്രധാന കാരണം നീ ക്രിസ്തുവിനെ ശരിയാം വിധം മനസ്സിലാക്കാഞ്ഞതുകൊണ്ട്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണ്. ഈ സത്യമാണ് നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുക. യൂദാസിന് ഒരുപാട് നന്മയുണ്ട്, അവൻ ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട്, പക്ഷേ അതെല്ലാം പാഴായി പോവുക. എന്താണ് ഈ യൂദാസിൻ്റെ പ്രശ്നം എന്ന് നിങ്ങൾ ആലോചിച്ചു. യൂദാസ് ശിഷ്യനാകാൻ വന്നത് സ്വന്തമായ ഒരു കർമ്മപദ്ധതിയും കൊണ്ട്. കാരണം തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട സെലക്ട് ഗ്രൂപ്പിൽപ്പെട്ട നേതാവാണ് യൂദാസും ശിമയോൻ. ഇവർ യേശുവിൻ്റെ ശിഷ്യനാകാൻ വരുന്നതിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ്?
യേശുവിനെ കൊണ്ട് തങ്ങളുടെ ലക്ഷ്യം സാധിപ്പിച്ചെടുക്കുക. എന്താ അവരുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, അവരുടെ ലക്ഷ്യം പലസ്തീനായുടെ വിമോചനം. സ്വാർത്ഥ ലക്ഷ്യങ്ങളൊന്നുമല്ല. മാതൃരാജ്യത്തിൻ്റെ വിമോചനം എന്ന മഹോന്നതമായ ലക്ഷ്യമാണ് ഇവർക്ക് മുമ്പിലുള്ളത്. ആ ലക്ഷ്യം സാധിച്ചെടുക്കണം. ഈ സെലക്റ്റുകാർ നമുക്കറിയാം, നാട്ടിലെ നക്സലൈറ്റുകാരെ പോലെ ചുമ്മാ അവിടെ ഇവിടെയും കലാപം ഉണ്ടാക്കി നടക്കും. ജനപിന്തുണ ഇല്ലാത്തത് കൊണ്ട് ഒരു ജനകീയ വിപ്ലവം സംഘടിപ്പിക്കാൻ അവർക്ക്, ഈ സെലക്ട് ഗ്രൂപ്പുകാർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എന്തു വേണ്ടി, അവരെ പറ്റിയൊരു നേതാവിനെ നോക്കി നടക്കുക. ജനങ്ങളെ ഇളക്കി മറിക്കാൻ, ജനങ്ങളുടെ മുഴുവനും പിന്തുണ സമാഹരിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ അന്വേഷിച്ചാണ് ഈ സെലക്ട് ഗ്രൂപ്പുകാർ നടന്നിരുന്നത്. അങ്ങനെ നടക്കവെയാണ് യൂദാസും കൂട്ടരും കണ്ടത്, ഇതാ ഗലീലി മുതൽ യൂദയ വരെയുള്ള ജനക്കൂട്ടത്തെ മുഴുവനും ഇളക്കി മറിക്കുന്ന ഒന്നാം തരം ഒരു ജനനേതാവ് യേശു ക്രിസ്തു നസ്രായൻ. യൂദാസിന് മനസ്സിലായി ഇവനാണ് പറ്റിയ നേതാവ്. യൂദാസ് യേശുവിൻ്റെ പക്ഷത്തേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, യൂദാസ് യേശുവിൻ്റെ ശിഷ്യനായി തീരുന്നതിൻ്റെ പിന്നിൽ യൂദാസിനൊരു അജണ്ടയുണ്ട്, യൂദാസിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിറവേറ്റാൻ ഗുരുവിനെ ഉപയോഗിക്കാം എന്നാണ് അവൻ വിചാരിക്കുന്നത്. അവൻ ആ ലക്ഷ്യവുമായിട്ട് ഗുരുവിൻ്റെ പിന്നാലെ വന്നു. പക്ഷേ യൂദാസിനെ സമ്പൂർണമായും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് യേശു നടത്തുന്നത്. യേശു എന്താ ചെയ്യുക? യൂദാസ് ചിന്തിച്ചത്, റോമാക്കാർക്കെതിരായിട്ട് യേശു പട നയിക്കുമെന്ന് വിചാരിച്ചപ്പോൾ യേശു സമ്പൂർണമായ അക്രമരാഹിത്യത്തിൻ്റെ വഴിയെ പറയും. എന്ന് മാത്രമല്ല, യൂദാസ് ചിന്തിച്ചപ്പോൾ യേശു റോമൻ പടയാളികളുടെ തോന്നിയവാസങ്ങളെ ന്യായീകരിക്കുന്നതായി യൂദാസിന് തോന്നി. മിശിഹ പറഞ്ഞു, ഒരു ചെവിട്ടത്തടിക്കുന്നവന് മറ്റേ ചെവിടൂടെ കാണിച്ചു കൊടുക്കും. എന്താ അതിൻ്റെ അർത്ഥം? അത് പടയാളികളുടെ, റോമൻ പടയാളികളുടെ ഒരു ക്രൂര വിനോദമാണ്. നല്ല കവളുള്ള ഒരു യഹൂദനെ കണ്ടാൽ വെറുതെ ഒരു അടി കാരണത്ത്. പടയാളികൾ കാണിക്കുന്ന തോന്നിയാസം. മിശിഹ തമ്പുരാൻ പറഞ്ഞ, അങ്ങനെ ഒരു കവളത്തടിച്ചാൽ മറ്റേ കവളും കാണിച്ചു കൊടുത്തു. നിന്റെ മേലങ്കി എടുക്കാൻ ആഗ്രഹിക്കുന്നവന് കുപ്പായം കൂടി കൊടുത്തേക്ക്. അതും പടയാളികൾ ആ കാലത്ത് ചെയ്തിരുന്ന ഒരു മര്യാദകേടായിരുന്നു. നല്ല പുതപ്പും പുതച്ച് ഷാളും പുതച്ച് ഒരു യഹൂദൻ പോകുന്ന കണ്ടാൽ കുതിരപ്പുറത്ത് പോകുന്ന പടയാളി കൈ നീട്ടി ഈ ഷാളിങ് പൊക്കിയെടുക്കും. പിടി വിട്ടേക്കാണെങ്കിൽ ഇവന് ജീവൻ തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ കുതിര വലിച്ച് ഇവനെ കൊണ്ടുപോയി ഇവൻ മരിക്കും. അതുകൊണ്ട് മിശിഹ പറയും, അങ്ങനെ മേലങ്കി എടുക്കാൻ വരുന്നവൻ എന്ന് പറഞ്ഞ ഈ പടയാളിക്ക് അവന് കുപ്പായം കൂടി കൊടുത്തേക്ക് എന്ന് പറയുമ്പോൾ, 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോകും. എന്താ അതിൻ്റെ അർത്ഥം? പടയാളികൾ ആളുകളെ നിർബന്ധിച്ച് ചുമട് ചുമപ്പിക്കും. കപ്പം, ചുങ്കം പിരിച്ചത് തലസ്ഥാനത്ത് എത്തിക്കേണ്ടത് പടയാളികളുടെ ഉത്തരവാദിത്വമാണ്. അത് എത്തിക്കാൻ വേണ്ടി ഈ ചുമടെടുത്ത് അടിമകളായ യഹൂദൻ്റെ തലയിൽ വെച്ച് കൊടുക്കും. എന്നാ തിരക്കിട്ട് പോവുകയാണെങ്കിലും, യഹൂദ ചരിത്രകാരനായ ജോസേഫൂസ് പറയുന്നത് ഇപ്രകാരം: സ്വന്തം ഭാര്യയ്ക്ക് സൂതികർമ്മിണിയെ അന്വേഷിച്ച്, വയറ്റാട്ടിയെ അന്വേഷിച്ച് തിരക്കിട്ട് ഓടിപ്പോയ മനുഷ്യൻ, അവൻ്റെ തലയിലും പടയാളി ഇത് എടുത്തു വെച്ച് കൊടുത്താൽ തൻ്റെ ഭാര്യ പ്രസവിച്ചോ, കൊച്ചും തള്ളയും വേർപെട്ടോ, അതോ അപകടം സംഭവിച്ചോ എന്നുപോലും അറിയാൻ അവകാശമില്ലാതെ ഈ യൂതന്മാർ തലയിൽ ഈ ചുമടും കൊണ്ട് നടക്കണമായിരുന്നു. 1 മൈൽ, 1.5 കിലോമീറ്റർ പോയി അടുത്ത അത്താണിയിൽ കൊണ്ടുപോയി ഇറക്കി വയ്ക്കും. പടയാളി തലയെ വെച്ചോ മിണ്ടാണ്ട് പൊക്കും, ഈ വലിയ ചുമടും താങ്ങി. യേശു പറയുന്നത് എന്താ? അങ്ങനെ 1 മൈൽ ദൂരം വരുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോകും. പ്രത്യക്ഷത്തിൽ യൂദാസിനെ നിരാശപ്പെടുത്തിയത് സത്യമാണ്. യേശുവിൻ്റെ മാർഗം യൂദാസിന് തീരെ സഹിക്കുന്നില്ല. പടയാളികളുടെ അതിക്രമങ്ങളിൽ മനസ്സ് മടുത്തിരിക്കുന്ന യൂദാസിനോട് പടയാളികളെ ന്യായീകരിക്കുന്ന സന്ദേശമാണ് ക്രിസ്തു പറയുക. യൂദാസിൻ്റെ വരപ്രസാദം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അവൻ സ്വന്തമായ കർമ്മപദ്ധതിയും കൊണ്ട് നടക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഗുരുവിൻ്റെ മാർഗം അവൻ അല്പം പോലും സ്വീകാര്യമല്ല. അവൻ അവൻ്റേതായ മാർഗം കണ്ടെത്തുന്ന മനുഷ്യനാണ്. വീണ്ടും എന്ത് സംഭവിച്ചു? യൂദാസിന് മനസ്സിലായി, യേശുവിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല. യേശുവിനെ റോമൻകാരെ തോൽപ്പിക്കാനുള്ള കഴിവുള്ളൂ.
അതുകൊണ്ട് അവൻ റോമാക്കാരുടെ മുമ്പിൽ യേശുവിനെ നിർബന്ധപൂർവ്വം എത്തിക്കാനുള്ള കരുനീക്കങ്ങളാണ് നടത്തുക. കയ്യാഫാസിൻ്റെ കൂടെ കൂടി അവൻ ആലോചിച്ചു, യേശുവിനെ എങ്ങനെയെങ്കിലും റോമൻ അധികാരത്തിന് മുമ്പിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കയ്യാഫാസിനോട് കൂടിയാലോചിച്ച് യൂദാസ് കരുനീക്കം നടത്തി. യൂദാസിനൊരു ഉറപ്പുണ്ട്, യേശു റോമൻ സൈന്യത്തെ വെല്ലുവിളിച്ച് ഗവർണറായ പീലാത്തോസിനെ തകർത്തുകൊണ്ട് അവൻ അന്റോണിയോ കോട്ടയിൽ നിന്ന് വിജയശ്രീലാളിതനായി പലസ്തീനായുടെ വിമോചനവും പ്രസംഗിച്ചിറങ്ങി വരും എന്നാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷേ യൂദാസിനെ സമ്പൂർണമായും നിരാശപ്പെടുത്തിക്കൊണ്ട് ഇതാ യേശു മിശിഹ ഇറങ്ങി വരുന്നു. ഈശോ ഇറങ്ങി വരുന്നത് എങ്ങനെയാ? തോളിൽ കുരിശുമരം ചുമന്നുകൊണ്ട് അടിയേറ്റ് തകരാത്ത ഒരു ശരീരഭാഗവും ഇല്ലാത്തവണ്ണം ചോരയിൽ കുളിച്ച് മുൾമുടി ശിരസിലേന്തി കൊലയാളിയെപ്പോലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായി പീലാത്തോസിൻ്റെ അരമനയിൽ നിന്നിറങ്ങി വരുന്ന ക്രിസ്തുവിനെ കണ്ടത് യൂദാസിന് സങ്കടമായി. നമ്മൾ പലപ്പോഴും ആക്ഷേപിക്കും, യൂദാസ് 30 വെള്ളി നാണയത്തിന് വേണ്ടി ഒറ്റിക്കൊടുത്തു എന്ന്. അല്ല, 30 വെള്ളി നാണയത്തിന് വേണ്ടി മാത്രമായിരുന്നു അവൻ്റെ ഒറ്റലെങ്കിൽ അത് കിട്ടിയപ്പോൾ അവൻ മനസമാധാനത്തോടെ പോവുകയില്ലായിരുന്നു. അവനെന്തിനാ പോയി യേശുവിൻ്റെ വരവും കാത്ത് പീലാത്തോസിൻ്റെ അരമന മുറ്റത്ത് കാവൽ നിൽക്കുക? അവൻ യേശുവിനെ ഈ ദയനീയ സങ്കടം കണ്ടവൻ ഓടിച്ചെന്ന് കയ്യാഫാസിൻ്റെ അരമനയിലേട്ട് അവൻ ഓടിയത്. കയ്യാഫാസേ, എനിക്ക് തെറ്റുപറ്റി, നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു, യേശുവിനെ എനിക്ക് വീണ്ടു തരണം, ഇതാ നീ തന്ന 30 വെള്ളി നാണയങ്ങൾ അവൻ തിരിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യൂദാസിനെ നാം വായിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരിക. യൂദാസ് കേവലം ദ്രവ്യാഗ്രഹം കൊണ്ട് പാപം ചെയ്ത് വരപ്രസാദം നഷ്ടപ്പെടുത്തി എന്ന് ഒറ്റവാചകത്തിൽ പറയുക എളുപ്പമാണ്. പക്ഷേ സുവിശേഷം അതിനേക്കാളും ആഴമുള്ള സത്യമാണ് പറഞ്ഞു തരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരിക. യൂദാസ് 30 വെള്ളി നാണയം ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യാഫാസ് തന്ത്രപരമായി കാലുവാരി. കൈയൊഴിയാനുള്ള അവൻ്റെ കഴിവുകൊണ്ടായിരിക്കാം അവന് കയ്യാഫാസ് എന്ന പേര് തന്നെ കിട്ടി. കയ്യാഫാസ് തന്ത്രപൂർവ്വം കൈയൊഴിഞ്ഞു. കയ്യാഫാസ് പറഞ്ഞു, അത് നിന്റെ കാര്യം, എനിക്കെന്ത് വിജയം. യൂദാസ് ആ നാണയക്കെട്ട് കയ്യാഫാസിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. കയ്യാഫാസ് തല വെട്ടിച്ചത് കൊണ്ടാകാം അത് ദേവാലയത്തിൽ ചെന്ന് ചെതറി വീണു. ഈ യൂദാസിനെ നമുക്ക് ഇവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഈ യൂദാസ് ഇങ്ങനെ പരാജയപ്പെട്ടു പോയത് ഓർക്കുക. ക്രിസ്തുവിൻ്റെ ഒപ്പം നടന്നു. വരപ്രസാദത്തിന് അതിനേക്കാളും അനുകൂലമായൊരു സാഹചര്യമുണ്ടോ? ക്രിസ്തുവിൻ്റെ വചനം കേട്ടു. അവിടുത്തെ ദിവ്യവചനങ്ങൾ ഓരോന്നും പ്രസാദപര ജന്യങ്ങളാണ് എന്ന് നമുക്കറിയാം. അവിടുത്തെ ഒപ്പം അവൻ ജീവിച്ചു. അവിടുത്തെ തിരുശരീരമായ വിശുദ്ധ കുർബാന ഈശോയുടെ കയ്യിൽ നിന്ന് തന്നെ അവൻ വാങ്ങി. ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്ക് അത്രയും അവൻ സാക്ഷ്യം വഹിച്ചു. പ്രിയപ്പെട്ടവരെ, പരപ്രസാദം സ്വീകരിക്കാൻ പോരുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളും അവനുണ്ടായിരുന്നു. അവനത് ലഭിക്കുകയും ചെയ്തു. എന്നിട്ടും യൂദാസെ, എന്തുകൊണ്ട് നീ പരാജയപ്പെട്ടു എന്ന ചോദ്യമാണ് നമുക്ക് യൂദാസിനോട് ചോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരവും ബൈബിൾ പറഞ്ഞു തരുന്നു. ഉത്തരം വളരെ ലളിതമാണ്. ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് തുടങ്ങിയ വസ്തുത തന്നെയാണ്. യൂദാസ് പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണ്? അവൻ സ്വന്തമായ കർമ്മപദ്ധതിയുമായിട്ടിറങ്ങി എന്നുള്ളത് സത്യമാണ്. സ്വന്തമായ കർമ്മപദ്ധതിയും കൊണ്ട് യേശുവിനെ അനുഗമിക്കാൻ ഇറങ്ങുന്നവരെല്ലാം പരാജയപ്പെടും. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, അല്ലാതെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ ഈശോ പറയുന്നില്ലേ? ഞാൻ നിങ്ങളെയാ തിരഞ്ഞെടുത്തത്, അതാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ കർമ്മപദ്ധതികൾ നടപ്പിലാക്കാൻ പോരുന്ന ഒരു ഉപായവും ഉപകരണവുമായിട്ട് എന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താമെന്ന ചിന്ത വേണ്ട. അതാണ് ക്രിസ്തു നമുക്ക് തരുന്ന വളരെ വ്യക്തമായ മുന്നറിയിപ്പ്. അതായത് വരപ്രസാദത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹ പഠിപ്പിക്കുന്നത് അത്രയും സ്വീകരിക്കാനുള്ള മനസ്സ് വേണം. അവൻ നിർദ്ദേശിക്കുന്ന വഴികളിലൂടെ നടക്കാനുള്ള മനസ്സ് വേണം.
യൂദാസിനില്ലാതെ പോയത് അതാണ്. അവൻ എപ്പോഴും തൻ്റേതായ വഴികളിലൂടെയാണ് അവൻ നടക്കാൻ ശ്രമിച്ചത് എന്നത് സത്യം. സ്വന്തമായ കർമ്മപദ്ധതികളുള്ളവർ, സ്വന്തമായ പദ്ധതികൾ നടപ്പിലാക്കാൻ യേശുവിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നവർ വരപ്രസാദം നഷ്ടമാക്കുന്നു. പലപ്പോഴും സ്വാർത്ഥ ലാഭങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു വഴി മാത്രമായി ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ സുവിശേഷവും ക്രിസ്തുവിൻ്റെ മാർഗങ്ങളും മാറ്റപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, യൂദാസിനെന്നതുപോലെ വരപ്രസാദ നഷ്ടം നമ്മിലും സംഭവിച്ചു പോവുകയാണ്.